ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു വെറൈറ്റി ചുക്ക റെസിപ്പിയാണ് കേട്ടോ. ബീഫ് ചുക്കയാണ്. അപ്പോൾ ചുക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടാറില്ല. ഒരു സ്പെഷ്യൽ മസാലയുടെ ഫ്ലേവറുള്ള ചുക്ക, ആ ഒരു ടൈപ്പ് ചുക്ക റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനും ചെമ്മീനും ഒക്കെ വെച്ചിട്ടുള്ള ചുക്ക റെസിപ്പീസ് ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുക്കറിലേക്ക് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട്. അതുപോലെ തന്നെ എല്ലും നെയ്യും കൊട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് തന്നെ എടുക്കാൻ നോക്കണേ. പ്രത്യേകം ബോൺലെസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ പീസാകുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, രണ്ടും കൂടി 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഏകദേശം 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കുറഞ്ഞാലും കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, കാരണം ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ഞാൻ ഇത് 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കണേ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഒരു 4 വലിയ സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അറിയാലോ, നമുക്ക് ചുക്കയ്ക്ക് എപ്പോഴും സവാള ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഫ്രൈ ചെയ്യാൻ പിന്നെ എല്ലാവർക്കും അറിയില്ല. ഇതുപോലെ ചൂടാക്കി എടുക്കുന്ന എണ്ണയിൽ കുറച്ചായിട്ട് സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ. ഇതിപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നില്ലേ. ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചുക്കയിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാനൊന്ന് പൊടിച്ച് വെക്കട്ടെ. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് ചുക്കയിലേക്കുള്ള ചെറിയൊരു മസാലപ്പൊടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കിട്ടുന്ന മല്ലിയില അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് ഫെന്നൽ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡും. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ചേർത്തതിന് നമുക്കിത് ചൂടാക്കി എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുകാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കിട്ടുന്ന കുരുമുളകില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 3-4 ഗ്രാമ്പൂ, ഒരു 2-3 ഏലക്കായ, അതുപോലെ തന്നെ പട്ട. എനിക്ക് ഒരു 2 പീസ് അങ്ങനെ ഉണ്ടാവുള്ളൂ, ചെറിയ ചെറിയ പീസായിട്ട് പട്ടയും എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാമ്പൂ ഏലക്കായ പട്ടയൊക്കെ ഒരുപാട് കൂടണ്ട കേട്ടോ, എല്ലാം കുറച്ച് മതി. അതുപോലെ തന്നെ ഏകദേശം ഒരു 10 നമ്മുടെ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളകില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ എരിവ് കുറഞ്ഞിട്ട് നല്ല കളർ ഉണ്ടാവുമല്ലോ, ഭംഗിയല്ല, അതിന് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇത്രയാണ് നമുക്ക് എല്ലാ ഹോൾ സ്പൈസസും വേണ്ടത്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. ചെറിയ രീതിക്കൊന്ന് കളർ മാറി കിട്ടുന്നവരെ, ഒരുപാട് അങ്ങനെ കളർ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കാരണം അപ്പോൾ ഫ്ലേവറൊക്കെ മൊത്തത്തിലങ്ങ് മാറിപ്പോകും. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഇങ്ങനെ ചൂടാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കുക കേട്ടോ, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട്. അങ്ങനെ ഇതാ നമ്മൾ സ്പൈസസ് എല്ലാം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ചുക്കയിലേക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാനിതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കുതിരട്ടെ. എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ തക്കാളി എടുക്കാം, അല്ലെങ്കിൽ പുളി എടുക്കാം. ഇതിലേതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ബീഫ് ചുക്കയിലേക്ക് പുളിയാകുമ്പോൾ നമ്മളെപ്പോഴും ഒരേ രീതിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വെറൈറ്റി ആയിട്ട് കഴിക്കണ്ടേ, അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇനിയിപ്പോൾ ഇത് ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കുറച്ചധികം തന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ 1/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ.
അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ അത് ആ ഒരു സ്റ്റോക്ക് വാട്ടറോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പൊടിച്ച് വെച്ചില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ ബീഫിലേക്കുള്ള മസാലയുടെ അളവാണ് അത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ എല്ലാ സൈഡിലേക്കും ബീഫിൽ പൊടി എത്തിക്കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു മസാല ചേർത്തിട്ട് മിക്സാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് കളറ് മാറി വന്ന് അത്യാവശ്യം തിക്കായിട്ട് വരും. നമ്മുടെ എന്താ പറയുക, ആ ഒരു മസാല തന്നെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മളിത് ചെറിയൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് പുളിപ്പൊങ്കോട് കൂടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയില്ലേ അത് നല്ലപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം പുളിയോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ പുളി നോക്കുക കേട്ടോ, ചെക്ക് ചെയ്തിട്ട് തന്നെ ഒഴിക്കണേ. അപ്പോൾ ഈ ഒരു പുളി ചേർക്കുന്നത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടും പിന്നെ മൊത്തത്തിലുള്ള ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള സവാളയിൽ അതും കൂടി ഈ ഒരു ടൈമിൽ തന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ബീഫിൻ്റെ എല്ലാ സൈഡിലേക്കും പുളിയും ഈ ഒരു സവാള കാര്യങ്ങളൊക്കെ എത്തിക്കിട്ടുന്നവരെ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് പുളിയൊക്കെ ചെക്ക് ചെയ്യട്ടെ. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണും സൈഡിൽ നിന്നൊക്കെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ മിക്സാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ എണ്ണയൊന്ന് തെളിഞ്ഞ് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ ഇതാ ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ മിക്സാക്കിയിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ചുക്ക റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മസാല പൊടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചുക്കയില്ല മസാലപ്പൊടികളൊന്നും ഇല്ലാതെ ആ ഒരു ചുക്കയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇതൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ഫ്ലേവറുള്ള ചുക്കയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്